പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സിഐയും എസ്ഐയൊക്കെ എന്നെ വിളിച്ചിട്ട് വണ്ടി നമ്പർ കാര്യങ്ങൾ, ഫ്ലാറ്റ് ഉണ്ടോ, അദ്ദേഹത്തിന് എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ എന്നോട്, എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോലീസ് ഊർജിതമായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നൊരു അഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അന്വേഷണത്തിൽ. എനിക്ക് യാതൊരു പരാതിയില്ല. ഇന്നിപ്പോൾ ഡോക്ടറെ കണ്ടു. ഫ്രാക്ചറൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഡോസ് കൂടിയ മരുന്ന് എനിക്ക് തരാൻ പറ്റില്ല. നല്ല പെയിനുണ്ട്, സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ബാർ കൗൺസിലിന് ഇന്നലെ തന്നെ എൻ്റെ പരാതി ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. സൈൻ ചെയ്തിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അവരത് എല്ലാവരും, ഹൈക്കോടതി, നമ്മുടെ ബാർ കൗൺസിലായാലും സുപ്രീം കോർട്ടിൽ നിന്ന് വരെ എനിക്ക് വിളിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ടാണ്. നമ്മുടെ ബാർ അസോസിയേഷൻ ആയാലും എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ട് തന്നെയാണ്. ഇനി ബാർ അസോസിയേഷനിൽ പോകുന്നുണ്ട്. എൻ്റെ റിട്ടേൺ കംപ്ലയിന്റ് ബാർ അസോസിയേഷനിൽ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇതിപ്പോ കേരള പൊതുസമൂഹത്തിന്റെ മുഴുവൻ പിന്തുണ ഷാമിലിക്കുണ്ട്. അപ്പോൾ വനിതാ കമ്മീഷൻ അടക്കം ഇതിനകത്ത് ഇടപെടുകയും ചെയ്തു. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഇതിനകത്ത് ഏത് രീതിയിൽ ഇനി മുമ്പോട്ട് പോകണം എന്ന് ഷാമിലിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? ഇത് ഇപ്പോൾ നടക്കുന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. വളരെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തുനിന്നും, പോലീസിന്റെ ആയാലും ഈ വനിതാ കമ്മീഷൻ ആയാലും ഞങ്ങളുടെ അസോസിയേഷൻ ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് തന്നെയാണ്. എത്രയും പെട്ടെന്ന് നീതി കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് ഒത്തിരി കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും നന്ദിയുണ്ട്. എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. ആരോഗ്യത്തിനെ സംബന്ധിച്ച് എന്താണ് ഡോക്ടർമാർ പറഞ്ഞത്? ഡോക്ടർമാർ പറഞ്ഞത് ഈ അടിച്ചതിന്റെ നീര് വന്നിട്ടുള്ള ആ പെയിനാണ്, ഫ്രാക്ചർ ഇല്ലാന്ന് പറഞ്ഞു. എനിക്കിപ്പോ ഈ ജോലൈന്റെ ഇവിടെയും കണ്ണിന്റെ ഇവിടെ വിഷന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ പെയിൻ, ഈ നീര് വെച്ചിട്ട് ആ ഒരു പെയിനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഡോസ് മെഡിസിൻ ഒന്നും, പെയിൻ കില്ലറൊന്നും തരാൻ പറ്റില്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഇനി മസിൽസ് വലിയുമ്പോൾ ഉള്ള ആ ഒരു പെയിൻ, നല്ല പെയിനുണ്ട്. പിന്നെ ഓഫീസില് ഇല്ല, കാരണം എനിക്ക് തോന്നുന്നു അവരൊക്കെ ഷോക്കായിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പ്രതികരണം അടിക്കുമെന്നൊന്നും ആരും വിചാരിച്ചില്ല. ഓഫീസിൽ ആ സമയത്ത് അഡ്വക്കേറ്റ് മിഥുന, പ്രിയ ചേച്ചി, ആനന്ദേട്ടൻ, ഞാൻ, സാറ്, ഞങ്ങൾ ഇത്രയും പേര് ഓഫീസിലുണ്ടായിരുന്നത്. ഞങ്ങൾ ക്യാബിനിൽ നിന്ന് സംസാരിച്ച് പുറത്തിറങ്ങി സാറിനോട് സംസാരിക്കാൻ കൂട്ടാക്കാതെ നിന്നപ്പോൾ ഞാൻ മിഥുനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് സാറിനെ അടിച്ചപ്പോൾ അടിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഇതിന് സാക്ഷികളാണ്. ഇപ്പോ ഇന്നലെ ഈ മർദ്ദനം സംഭവിച്ച ശേഷം ഈ പ്രതി അപ്പോൾ തന്നെ പോലീസിന് പിടികൂടാൻ കഴിയുമായിരുന്നു. ആ സമയത്ത് ബാർ അസോസിയേഷൻ സെക്രട്ടറി ഉൾപ്പെടെ പോലീസിന് തടഞ്ഞു വെച്ചു എന്നുള്ള വിവരം കൂടിയുണ്ട്. എന്താണ് സംഭവിച്ചത് ആ സമയത്ത്? ഞാൻ ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നു. അപ്പോഴേക്കും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. അപ്പം ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല, എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ആള് വന്നിട്ട് സാറ് പോയാൽ മതി, തടഞ്ഞു. ഞാൻ അത്രയും സമയം അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ വന്നു, ഹസ്ബൻഡ് വന്നു. അപ്പോഴേക്കും ഇവര് റേസായി, ഇവർ ഫയറായി, എന്താ ചെയ്തേക്കുന്നത്. അപ്പോൾ അപ്പോഴേക്കും ഒത്തിരി അഡ്വക്കേറ്റ്സ് വന്നു, ബാർ അസോസിയേഷനിൽ നിന്ന് പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ആവശ്യം ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അത് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും. ആ സമയത്ത് ഈ അഭിഭാഷകൻ അവിടെ ഉണ്ടായിരുന്നു, ഷാമിലിയെ മർദ്ദിച്ച അഭിഭാഷകൻ അവിടെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ആ സമയത്ത് പോലീസിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പോലീസ് പുറത്തുണ്ടായിരുന്നു. പക്ഷെ അപ്പം അഭിഭാഷകൻ ഈ പറയുന്ന പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബാർ അസോസിയേഷൻ സ്വീകരിച്ചത് അല്ലേ? ആ സമയത്ത് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് നമുക്ക് നിയമ നടപടി എടുക്കാം. വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു ലോയറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. കോടതിയില് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിട്ട് വക്കീൽ ഓഫീസാണ്, അങ്ങനെ ഒരു ഇതില്ല. അവര് പാർട്ടിപരമായിട്ട്, സാറ് പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആളാണ്. ഈ പറഞ്ഞ പ്രസിഡന്റ്, നമ്മുടെ സെക്രട്ടറിയുടെ കൂടെ ഇലക്ഷൻ ടൈമിലായാലും ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ട്. മേ ബി അതിന്റെ ഒരു സോഫ്റ്റ് കോർണർ ആയിരിക്കാം. അദ്ദേഹം ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ അഡ്വക്കേറ്റ്സ് ഒക്കെ എന്ത് വന്നാലും അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഞാനും ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവർക്ക് പിന്നെ അതിൽ
അകത്ത് കയറി പോലീസ് അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള നിലപാട് അവർ തീർത്തും പറഞ്ഞു. അവര് ഇന്നലെ ഈ ആരോപണം പറഞ്ഞപ്പോഴും ബാർ അസോസിയേഷൻ പറയുന്നത് അത് ഒരു ആരോപണമാണ്, അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ബാർ അസോസിയേഷൻ സെക്രട്ടറിയും പ്രസിഡന്റും അവിടെ ഞാൻ ഒറ്റയ്ക്കല്ല അവിടെ ഉണ്ടായിരുന്നത്. ഒത്തിരി ആൾക്കാർ, എനിക്കറിയത്തില്ല അവിടെ ആരൊക്കെ അഡ്വക്കേറ്റ്സ് ആയാലും മറ്റ് ഓഫീസിൽ വന്ന ക്ലയൻസ് ആയാലും എന്റെ വീട്ടിൽ നിന്നായാലും ഇവൻ ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് അറിഞ്ഞു വന്നവരായാലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അവർ ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞത്. ഇതിനകത്ത് കയറി ഒരു വക്കീലിന് പോലീസിന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വള്ളക്കടവ് സാറാ അത് പറഞ്ഞത്. അപ്പോ അത് പറ്റത്തില്ല. പിന്നെ അവര് തമ്മിൽ അവരകത്ത് കയറി ക്യാബിനിൽ കയറി അവര് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ വന്നു. ഷാമിലിക്ക് തോന്നിയത് ഈ പ്രതിയെ പിടിച്ച് വക്കീലന്മാര് പോലീസിന് കൈമാറണമെന്ന് തോന്നിയിരുന്നില്ലേ ആ സമയത്ത്? ഓഫീസിൽ വന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് അത് തന്നെയായിരുന്നു എന്റെ ആവശ്യം. ഓഫീസിൽ വന്ന് കൊണ്ടുപോട്ടെ, തെറ്റ് ചെയ്യാത്ത ഒരാളല്ലല്ലോ. എന്നെ കാണുന്നവരെല്ലാം ഞാനൊന്നും പറയണ്ട, ഇത് കാണിച്ചാൽ മതി. ഈ എന്നെ അറിയുന്നവർക്കറിയാം. വഞ്ചിയൂരിലെ ഏത് അഡ്വക്കേറ്റിനോട് ചോദിച്ചാൽ അറിയാം ഞാൻ എങ്ങനെയാണ്, ഞാൻ കോടതിയിൽ എങ്ങനെയാണ്, ഞാൻ ഓഫീസിൽ എങ്ങനെ ആയിരുന്നു. എന്റെ ഡെലിവറി ഒക്ടോബർ 10. ഒക്ടോബർ 9 വരെയും ഓഫീസിൽ പാറ്റൂർ പോക്സോ കോടതിയിൽ ഞാൻ പോയി. 1 മണിക്ക് ശേഷമാണ് ഞാൻ അന്ന് ഓഫീസിൽ തന്നെ കോടതിയിൽ എത്തുന്നത്. തൊട്ടടുത്ത ദിവസം വെളുപ്പിന് എന്നെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം, എല്ലാവരും സാറും സമ്മതിക്കുന്ന കാര്യമാണ്. എല്ലാവരും പറയുന്നത് ഇത്രയും കാരണം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട്, എന്റെ പ്രൊഫഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയും ഇഷ്ടപ്പെട്ട് വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല ഞാനൊരു ലോയർ ആവുന്നതിനോട് ആർക്കും താല്പര്യമില്ല. വീട്ടില് നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ്. എൻട്രൻസ് പോലും എനിക്ക് എഴുതാൻ പറ്റിയില്ല. മാനേജ്മെന്റ് കോട്ടയിലാണ് ഞാൻ പഠിച്ചത്. ഒരു സെമ്മിൽ പോലും ഫസ്റ്റ് ക്ലാസ്സിൽ കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ടില്ല. അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്ര ഇഷ്ടത്തോടെയാണ് ഞാൻ പഠിച്ചത്. എന്റെ ആകെയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വർക്കിലൊന്നും ഞാൻ അതിപ്പോ സാറായാലും എന്റെ ഓഫീസിലുള്ളവരായാലും ഇവൻ ജഡ്ജസിന് പോലും ഞാൻ സ്ഥിരം പോകുന്ന മജിസ്ട്രേറ്റ് കോടതിയിലായാലും പോക്സോ കോടതിയിലെ ജഡ്ജസിന് പോലും എന്നെ അറിയാം. ഞാൻ അവിടെ കേസ് പ്രസന്റ് ചെയ്യുന്നതായാലും എല്ലാവർക്കും, അത് ക്ലർക്ക് ആയിക്കോട്ടെ അഡ്വക്കേറ്റ്സ് ആയിട്ട്. അതുകൊണ്ട് അവർക്കാർക്കും ആരോട് വേണം ചോദിക്കാം ഒരു മോശം അഭിപ്രായം. അല്ലെങ്കിൽ ഒന്നുകിൽ കേസ് ഇപ്പൊ ഇത്രയും ഇങ്ങനൊരു പ്രതികരണം, ഒന്നുകിൽ കേസ് ഞാൻ എന്തെങ്കിലും സാറിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യണം, അതല്ലെങ്കിൽ സാറിന്റെ ക്ലയൻസിനെ ഞാൻ എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ക്ലയൻസിനെ മാറ്റി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സാറിന്റെ പഴയ ഒരു ജൂനിയർ വീണ്ടും തിരിച്ചു വന്നു. 3 വർഷം ഞാനാ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഇല്ലായിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നിട്ട് ഒരു 3 വീക്സ് ആയിട്ടേ ഉള്ളൂ. അവര് വന്നിട്ട് അവർക്ക് എന്നോട് ഇതുവരെ ഞങ്ങൾ തമ്മിൽ പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഒന്നും സംസാരിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല. സാറ് സ്ഥലത്തില്ലാതിരുന്നപ്പോ വിളിച്ചിട്ട് ഞാൻ ഫയൽ മുഖത്തൂടെ വലിച്ചെറിഞ്ഞു എന്നിങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ സാറ് അത് കേൾക്കാത്ത പാതി എന്നെ ഉടനെ ഓഫീസിൽ വരണ്ടെന്ന് പറയാം. അതിനെ ഞാൻ എന്തുകൊണ്ട് 3 വർഷം ഉണ്ടായിരുന്നതാണ് സാറ്. അവിടെ ഉണ്ടായിരുന്ന മിക്ക ജൂനിയറിനോടും ഇതാണ്, മിക്കല്ല അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള എല്ലാവരോടും അതാ. പെട്ടെന്ന് വിളിച്ചിട്ട് പറയും നാളെ മുതൽ ഓഫീസിൽ വരണ്ട. അവരൊക്കെ പേടിച്ചിട്ട് ഓക്കെ നിർത്തും. ഇപ്പൊ ഞാൻ 3 വർഷം ഉണ്ടായി, എനിക്കറിയണം എന്ത് കാരണത്താലാണ് എന്നെ പിരിച്ചു വിട്ടതെന്നുള്ളത്. അത് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, അത് സാറ് ഒത്തിരി സോറി പറഞ്ഞു, അമ്മയെ വിളിക്കാം, ഹസ്ബൻഡിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞതിന്റെ ബേസിസിലാണ് ഞാൻ തിരിച്ച് ഓഫീസിൽ പോയത്. എന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പറയുക ഞാനും പോകുന്നില്ല, ഞാനിനി CA പഠിക്കാൻ പോവാ, എനിക്കിനി അത്ര ഇഷ്ടപ്പെട്ട് വന്ന പ്രൊഫഷനാണ്. എന്നിട്ട് പോലും എനിക്ക് വേണ്ട, ഞാൻ CA പഠിച്ചോളാം, എനിക്കിനി പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നിട്ടും അമ്മയുടെ നിർബന്ധത്തിന് ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നപ്പോഴാണ് ഈ അഡ്വക്കേറ്റ് മിഥുനെയാണ് ഓക്കെ സാറിനോട് ഇങ്ങനത്തെ ഒരു നുണ പറഞ്ഞത്. അത് പറഞ്ഞത് ഓക്കെ, അത് അവരുടെ ക്യാരക്ടർ, അവരെനിക്കെതിരെ പറഞ്ഞു. പക്ഷെ അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യം സാർ അന്വേഷിച്ചില്ല. എന്നോടെന്നല്ല, ഓഫീസിലെ മറ്റൊരു സ്റ്റാഫിനോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാതെ പെട്ടെന്ന് എന്നോട് നാളെ മുതൽ വരണ്ട. ഞാൻ വന്നില്ല, ഞാൻ 2 ദിവസം വന്നില്ല. അതേ സാറ് തൊട്ട് വെള്ളിയാഴ്ച വിളിച്ചിട്ട് അബദ്ധം പറ്റിയതാണ്, സോറി, എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോഴുള്ള ദേഷ്യത്ത്, ഇതും എനിക്കറിയാം, ഇതും സാറ് ദേഷ്യത്ത്, ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ദേഷ്യത്ത് ഞാൻ പറഞ്ഞു സാറ് വാൺ ചെയ്യുക. അപ്പൊ സാറിന് പറ്റില്ല എന്ന് പറഞ്ഞു. സാർ ഇറങ്ങിപ്പോകാൻ നിന്നു. സാർ എനിക്ക് സംസാരിക്കണം, സാർ വാൺ ചെയ്യുക, ഇല്ലെങ്കിൽ എനിക്ക് വാൺ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു എന്റെ കാര്യത്തിൽ ഇടപെടരുത്, വർക്ക് ചെയ്യാനല്ലേ വരുന്ന, വർക്ക് ചെയ്തിട്ട് പോവാ, എന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഇപ്പോഴാണ് സാറിന് പെട്ടെന്ന് സാറിന്റെ മുന്നിൽ നിന്ന് സാറ് പറയില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോ ഉണ്ടായ ആ ഒരു ദേഷ്യം, സാറിന്റെ ദേഷ്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും ആ ഒരു ദേഷ്യത്തിന് അടിച്ചതാണ്.
ഇന്നൊരു നീതി നിഷേധം. അതായത് അവിടെ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, പോലീസ് വരുന്നു, പക്ഷെ പിടികൂടാൻ കഴിയുന്നതാണ്. അപ്പൊ അവിടെ ഒരു സ്ത്രീക്ക് നീതി നിഷേധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായോ? ഒരു അഭിഭാഷക കൂടിയാണല്ലോ. നീതി നിഷേധിക്കാന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഒരു വക്കീൽ ഓഫീസിൽ കയറി ഒരു വക്കീലിനെ കൊണ്ടുപോകുമ്പോൾ അത് എല്ലാ അഭിഭാഷകർക്കും അതൊരു ഇൻക്ലൂഡിംഗ് മീ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ആണല്ലോ. എത്രയായാലും വക്കീലന്മാരല്ലേ, മേ ബി അതുകൊണ്ടായിരിക്കാം അവര് അത്തരത്തിൽ ഇല്ല എല്ലാവരും വിളിക്കുന്ന എല്ലാവരും പറയുന്നത് ഒരു ഒത്തുതീർപ്പിനും നിൽക്കരുത്, നിയമ നടപടി എന്താണോ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവാന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഈ അടി മാത്രമല്ല, മുൻപും ഇയാൾ ഇങ്ങനെ മർദ്ദിച്ചിട്ടുണ്ട്. മുൻപ് മർദ്ദിച്ചിട്ടുണ്ട്. അത് ഇത്രയ്ക്കും ബ്രോസ്റ്റ് അല്ല, അത് മർദ്ദനം മുഖത്ത് കൈവച്ചു, അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത്. പക്ഷെ അതെ ഗർഭിണിയായിരുന്ന സമയത്താണ് അത്. ഇതുപോലെ കോടതിയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അതിന്റെ ഡോക്യുമെന്റ്സ് കോപ്പി ആപ്ലിക്കേഷൻ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല. പക്ഷെ ആ ഓഫീസിൽ ഇതുവരെ ഉണ്ടായിരുന്നവരും ഇപ്പൊ ഉള്ളവരും ഇതുവരെ വന്നു പോയിട്ടുള്ളവർക്കും ഞാൻ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. സാറിന് ദേഷ്യം വരുമ്പോൾ അങ്ങനെയാണ്. ഒരു അഭിഭാഷകയായോണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ ഈ പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത് പര്യാപ്തമാണ്? കാരണം ഇപ്പോൾ എഫ്ഐആറിൽ 2-3 വകുപ്പുകളുണ്ട്. 115 ക്ലോസ് 2-ഉം 126 ക്ലോസ് 2-ഉം 74-ഉം. അതിൽ 74 മാത്രമാണ്. മൊഴിയുടെ ഞാൻ അവിടെ എന്താണോ നടന്നത് അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ കുറച്ചുകൂടിയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്താമായിരുന്നതല്ലേ? ഞാൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. അപ്പോ അതില് ഇനി കൂടുതൽ വകുപ്പുകൾ അവരന്വേഷിക്കുന്നുണ്ട്. ഇനി കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ പറ്റുമെങ്കിൽ അവര് മെഡിക്കൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫ്രാക്ചർ ഉണ്ടെന്നായിരുന്നു ഇന്നലെ ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രാക്ചർ ഉണ്ടെങ്കിൽ വീണ്ടും സെക്ഷൻ മാറും. അതായത് പ്രതി ഏതെങ്കിലും തരത്തില് ഇപ്പോഴും ഒളിവിൽ നിൽക്കുകയാണല്ലോ, അടിയന്തരമായി പിടികൂടണ്ടേ? അത് പിടികൂടണം അടിയന്തരമായിട്ട് തന്നെ. അത് പക്ഷേ പോലീസ്, എന്റെ അറിവില് പോലീസ് വളരെ നന്നായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത്. പ്രതിയെ പിടികൂടിയാലും പെട്ടെന്ന് പ്രതിക്ക് ഇറങ്ങിപ്പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള എഫ്ഐആർ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഒരു അഭിഭാഷക എന്ന നിലയിൽ ഇത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പോലീസ് രേഖപ്പെടുത്തണം. അതൊക്കെ രേഖപ്പെടുത്തി വേണ്ട എഫ്ഐആർ ഇടാനായിട്ട്. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ബാർ അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ബാർ കൌൺസിലിൽ കംപ്ലൈന്റ് പോയിട്ടുണ്ട്. ഡിസിപ്ലിനറി ആക്ഷൻ എന്തായാലും ഉണ്ടാകും. ഞാൻ ആസ് എ ലോയർ ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് ഇപ്പൊ പോലീസ് ഇനിയൊരു നോൺ ബെയിലബിൾ ഓഫൻസ് ഇട്ടാലും ജയിലിൽ പോകും. അതിനേക്കാൾ അദ്ദേഹം യൂണിഫോം ഊരി വെക്കുന്ന തരത്തിലുള്ള നടപടികൾ ബാർ അസോസിയേഷന്റെയും ബാർ കൌൺസിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഇനി അദ്ദേഹം പോയിട്ട് കോടതി വരാൻ പാടില്ല, വരരുതെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അതത്രേ ഉള്ളൂ. ഇന്ന് ഇനി എന്നെ അടിച്ചു, ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും അടിച്ചോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ജൂനിയേഴ്സിനോട് അത്രയും ഷൗട്ട് ചെയ്ത് ദേഷ്യം വരുമ്പോൾ സാറിന് അറിയില്ല എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അത്രയും ദേഷ്യത്തെ എന്നോട് മാത്രമേ എല്ലാ ജൂനിയേഴ്സിനോടും ഫയൽസ് ഇല്ല, പരാതി കൊടുത്തില്ല. മർദ്ദനം എന്ന് പറഞ്ഞാൽ ഇത്രയും റോസ്റ്റ് അങ്ങനെ പാടുവരെയോ ഇതുപോലെ തന്നെ സോറി അത് ദേഷ്യത്ത് പറ്റിപ്പോയതാ. പിന്നെ അതാരും കണ്ടുമില്ല, അത് ക്യാബിനകത്ത് വെച്ചിട്ടായിരുന്നു. അത് ഈ പറഞ്ഞ ഒരു നിസ്സാര കാര്യത്തിനാണ്. കോപ്പി ആപ്ലിക്കേഷൻ ഇട്ടില്ല എന്ന് പറഞ്ഞ് ഫയൽസ് വലിച്ചെറിയ. അപ്പൊ ഞാൻ ചോദിച്ചു സാർ എന്തിനാ, അതായത് സാർ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യും, അത് നമുക്ക് ഇഷ്ടപ്പെടില്ല, അതിന് പ്രതികരിച്ചാൽ അപ്പോൾ ദേഷ്യം വന്നിട്ട് ദേഷ്യത്തിന്റെ പുറത്ത് കംപ്ലീറ്റ്ലി ദേഷ്യത്തിന്റെ ആ പെട്ടെന്നുള്ള ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്യുന്നത് ഇതും അങ്ങനെ തന്നെ ചെയ്തതാണ്. അതിലൊരു സംശയം ഇല്ല. ഞാൻ പോലീസിനോട് കൊടുത്ത മൊഴിയിലായാലും ഞാൻ മീഡിയാസിനോട് പറഞ്ഞതും കൈകൊണ്ട് തന്നെ മർദ്ദിച്ചു എന്നാണ്. കൈകൊണ്ട് തന്നെയാണ് മർദ്ദിച്ചത്. കയ്യിൽ റിങ്ങോ കീയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൈകൊണ്ട് തന്നെയാണ് മർദ്ദിച്ചത്. പിന്നെ സാർ എയർഫോഴ്സിലായിരുന്നപ്പോൾ തോക്ക് പിടിച്ചിട്ടുള്ള കൈയാണ്. പിന്നെ കടൽ പണിക്കൊക്കെ മുമ്പ് പോയിട്ടുള്ള ആളാണ്. അപ്പൊ അത്രയും അതുകൊണ്ടായിരിക്കും എല്ലാവരും വന്നിട്ട് ചോദിക്കുന്ന അതാ കൈകൊണ്ട് തന്നെയാണോ അടിച്ചത്, ചുമരിൽ പിടിച്ച് ഉരച്ചു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. ശരി. താങ്ക് യു.